വാർത്താ ദിനം തുടരുന്നു. നിയമന ഉത്തരവുമായി എത്തിയപ്പോൾ അങ്ങനെ ഒരു തസ്തിക നിലവിലില്ലെന്ന മറുപടി ലഭിച്ച കണ്ണൂർ പാട്യം സ്വദേശി സൗമ്യ നാണു ജോലിയിൽ പ്രവേശിച്ചു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത്. നിയമന ഉത്തരവുമായി ദിവസവും കണ്ണൂരിലെത്തി സൗമ്യ നടത്തിയ ഒറ്റയാൾ പോരാട്ടം ഏറെ ചർച്ചയായിരുന്നു. PSC അഡ്വൈസറി മെമ്മോ ലഭിച്ചിട്ടും നിയമനം കിട്ടാതെയിരുന്ന സൗമ്യ നാണുവിനെ ഒടുവിൽ നീതി ലഭിച്ചു. ദിവസങ്ങളോളം പട്ടികജാതി വികസന ഓഫീസിലെത്തി നടത്തിയ ഒറ്റയാൾ സമരമാണ് വിജയം കണ്ടത്. PSC നിയമന ഉത്തരവ് അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ ബുധനാഴ്ച നിയമന ഉത്തരവ് ലഭിച്ച സൗമ്യ വ്യാഴാഴ്ച രാവിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് ഓർഡർ കിട്ടിയത്. 3:45 ഭയങ്കര സന്തോഷം. ഇത്രയും ദിവസം ഇവിടെ വന്നിരുന്ന് എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ട് ഇനി ആയുടെ പോസ്റ്റ് വേക്കൻസി എവിടെയാണോ വരുന്നത് അങ്ങോട്ടേക്ക് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഓഫീസ് അസിസ്റ്റൻ്റായിട്ടോ സമാന തസ്തികയിലുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, സാറ് പറഞ്ഞിട്ടില്ല. ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ആയ തസ്തികയിൽ 15 ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് സൗമ്യക്ക് ലഭിച്ച നിയമന ഉത്തരവിൽ പറയുന്നത്. പെരിങ്ങോം മോഡൽ റെസിഡൻസി സ്കൂളിൽ ആയയായാണ് സൗമ്യക്ക് നിയമന ശുപാർശ PSC നൽകിയിരുന്നത്. കുട്ടികൾ ഇല്ലാത്തതിനാൽ ഈ സ്കൂൾ പട്ടികവർഗ വകുപ്പിന് കൈമാറിയിരുന്നു. എന്നാൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് പോലും ഇതറിഞ്ഞത് ഉത്തരവ് വന്നതിനു ശേഷമാണ്. ഇതോടെ സൗമ്യക്ക് നിയമന ഉത്തരവ് ലഭിച്ച സ്ഥാപനം പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പോലും അല്ലാതെയായി. PSC നൽകിയ നിയമന ഉത്തരവ് തള്ളാനും നിയമപരമായി വകുപ്പിന് സാധിക്കാത്ത സ്ഥിതിയായി. മറ്റു ജില്ലകളിൽ ഒഴിവുണ്ടെങ്കിലും അതിന് നിയമ തടസ്സങ്ങൾ ഏറെയായിരുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം പരിഹരിക്കാമെന്ന ധാരണയിലാണ് സൗമ്യക്ക് നിയമന ഉത്തരവ് നൽകിയത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.